CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൂപ്പർ കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ വിജയം നേടിയിരിക്കുകയാണ്. ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ന് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 88ാമത്തെ മിനിറ്റിൽ പുതിയ സൈനിങ് കോൾഡോ ഒബേറ്റിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് വല കുലുക്കിയിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ രാജസ്ഥാൻ താരം ഗുർമീത് സിംഗ് റെഡ് കാർഡ് കണ്ട് പുറത്തായതോടെ 10 പേരോടടങ്ങുന്ന ടീമോട് കൂടിയായിരുന്നു രാജസ്ഥാൻ ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. മിസ് പാസുകൾ കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്ക് വിമർശനം നേരിട്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളുണ്ട്. പുതിയ സ്പാനിഷ് സൈനിങ് യുവാൻ റോഡ്രിഗസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ ജേഴ്സിയിൽ തന്റെ ആദ്യ മത്സരത്തിലെ തന്നെ പ്രശസ്ത ഏറ്റുവാങ്ങിയിട്ടുള്ളത്. മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ ഇടം പിടിച്ച യുവാൻ പൂർണ്ണ അച്ചടക്കത്തോടെ തന്നെയായിരുന്നു ഈ ഒരു മത്സരം സമീപിച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കോ ലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഡിഫൻസ് ലൈനിന് ഒരു നായകൻ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ സീസണിൽ വ്യക്തമായി നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഡിഫൻസ് ലൈനിനെ കൃത്യമായി ഒരുക്കാനും അവരെ നിയന്ത്രിക്കാനും യുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസം നൽകുന്നത്. കൂടാതെ മത്സരത്തിൽ ഒബിയേറ്റ് നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് ഈ ഒരു താരം തന്നെയായിരുന്നു. ഏതായാലും ഇനി വരാനിരിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങളിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് മുന്നോടിയായി ഡിഫൻസീവ് ലൈനിൽ ഒരു നായകനെ ലഭിച്ചത് ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണകരം തന്നെയാണ്. കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അത്ര വലിയ രീതിയിൽ നല്ല രീതിയിൽ കളിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇനിയും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് പൊസിഷനുകൾ നീറ്റാക്കി വരേണ്ടതുണ്ട്. പക്ഷേ ഇനി ഒരു പുതിയ സീസണ് തുടക്കം കുറിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് അതെല്ലാം നികത്താൻ, അഥവാ ഇന്നത്തെ മത്സരത്തിലുള്ള ആ ഒരു മിസ്റ്റേക്കുകളെല്ലാം നികത്തുവാൻ വേണ്ടി ഒരുപാട് ടൈമും മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ഒരു ആഗ്രഹം എന്നുള്ളത്. ഈ ഒരു സീസണിലെങ്കിലും ഒരു കപ്പ് കാണുക എന്ന ലക്ഷ്യമാണ് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഇപ്പോഴുള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഗുഡ് ബൈ.